They will do very ഹലോ ഫ്രണ്ട്സ്, അവരുടെ മുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ക്ഷേത്രമാണ്. കേരളത്തിലും പുറത്തും അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രമാണ് ഈ ചോറ്റാനിക്കര. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിൻ്റെ ഇരു സൈഡിലും കാണുന്ന കടകളും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കടകളാണ്. പിന്നെ നമ്മളെ ബാഗ്, ചെരുപ്പ്, അതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന കടകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് മാത്രമേ ദേവസ്വം റൂം കൊടുക്കുന്നുള്ളൂ. ഒറ്റയ്ക്ക് വരുന്നവർക്ക് റൂം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന ഈ ആളിലാണ്, നടപ്പന്തലിലാണ് ഒറ്റയ്ക്ക് വരുന്നവരൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ പുറത്ത് റൂമൊക്കെ എടുക്കാം ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. 100 മുതൽ 800 വരെയാണ് ഇവിടുത്തെ റൂമിനുള്ള ചാർജുകളൊക്കെ വരുന്നത്. ഇത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ്. നമ്മുടെ തിരക്കാർന്ന ജീവിതത്തിൽ ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ട്, പ്രാർത്ഥനയും കൊണ്ട് അമ്മ എന്നെ ഇവിടെ എത്തിച്ച് എന്ന് പറയാം. മനസ്സിന് ശാന്തതയും മനസ്സമാധാനവും ദുരിതങ്ങളും അതുപോലെ ബാധാദോഷങ്ങൾ, ആഗ്രഹ സാഫല്യങ്ങളും പഠന മികവിനും ചോറ്റാനിക്കര അമ്മ എല്ലാവർക്കും തണലേകുന്നു. അമ്മയെ ഇവിടെ കാണാൻ വരുന്നവർ ഭജനിരിക്കുമ്പോൾ മനസ്സിരുത്തി ഭക്തിപൂർവ്വം അമ്മയുടെ നാമങ്ങൾ ചൊല്ലുക. അതുപോലെ കീഴ്ക്കാവിലും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ താളുകൾ കൊണ്ട് അമ്മയെ മനസ്സിരുത്തി വിളിച്ചാൽ, നെഞ്ചോട് ചേർത്തി നെഞ്ഞുരുകി വിളിച്ചാൽ ചോറ്റാനിക്കര അമ്മ വിളി കേൾക്കാതിരിക്കില്ല. അമ്മേ ശരണം, ദേവി ശരണം. ക്ഷേത്രത്തിലെ പൂജ സമയങ്ങൾ രാവിലെ 4 മണിക്കാണ് നട തുറക്കുക. സാധാരണ മണ്ഡലകാലങ്ങളിലൊക്കെ വെള്ളിയാഴ്ചകളിലൊക്കെ 3:30 നട തുറക്കൽ. പിന്നെ ശിവന് ധാര 5 മണിക്കാണ്. ഉച്ചയ്ക്ക് 11 മണിക്ക് ശിവന് ധാരയുണ്ട്. പിന്നെ എതിർത്ത് പൂജ 5:30 രാവിലെ. പിന്നെ ശീവേലി, രാവിലത്തെ ശീവേലി 6 പിന്നെ അത് കഴിഞ്ഞ് കീഴ്ക്കാവിൽ ഗുരുതി നിവേദ്യം 7:15 പന്തിരടി പൂജ 7:45 ശേഷം. ഉച്ചപൂജ 11:30 പകൽ. ഉച്ചശീവേലി 12 മണിക്ക്. കീഴ്ക്കാവിൽ നിന്ന് അതിസുന്ദരി കുട്ടിയായിട്ട് കുളിച്ചൊരുങ്ങിയിട്ട് രാവിലത്തെ ശീവേലിക്ക് വേണ്ടിയിട്ട് എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ട് വരികയാണ് യമുന. ഇവളുടെ പേര് യമുനയാണ്. ഇവിടുത്തെ ആദ്യത്തെ ഭഗവതി പ്രിയ മാതംഗ ചക്രവർത്തിനി ചോറ്റാനിക്കര സീത. അവളുടെ ഫോട്ടോയാണിത്. ചെരിഞ്ഞു അമ്മയോട് ഇവിടെ പറഞ്ഞു പോയി. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ട് ഇവിടെ സീതയെ കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ വൈകിട്ടുള്ള നട തുറക്കൽ 4, ദീപാരാധന 6 6:30 ഇടയ്ക്ക്. കീഴ്ക്കാവ് ഉരുതി നിവേദ്യം 7, അത്താഴ പൂജ 7:30 ശേഷം. മേൽക്കാവിലെ ശീവേലി 8 മണിക്കാണ് വൈകുന്നേരം. അത് കഴിഞ്ഞിട്ടാണ് കീഴ്ക്കാവിലെ വലിയ ഗുരുതി 8:30 ശേഷം. വൈകുന്നേരത്തെ കീഴ്ക്കാവിലെ ഗുരുതി നിവേദ്യം സമയത്താണ് മേൽക്കാവിലെ ശിവഭഗവാന്റെ നടപൂജ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ എല്ലാവരും പങ്കെടുക്കണം. ആ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളിലേക്ക് മേൽക്കാവിലെ അമ്പലത്തിലേക്ക് അത്താഴ പൂജയ്ക്ക് തൊഴാൻ വേണ്ടി ഭക്തർ പോവേണ്ടത്. ഭജന ഇരിക്കാൻ വരുന്നവർ തലേദിവസം തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്. മേൽക്കാവിലെ രാവിലത്തെ ശീവേലി കഴിഞ്ഞിട്ട് യമുന താഴേക്കാവിൽ കീഴ്ക്കാവിലേക്ക് വന്നിട്ട് ഭദ്രകാളി അമ്മയെ തൊഴുതിട്ടുള്ള പോക്കാണ്. അങ്ങനെ അവിടുത്തെ വലിയ ആലിൻ്റെ മറവിലേക്ക് വന്നിട്ട് ആൾ കളിക്കുകയാണ്. പാപ്പന്മാരൊക്കെ സൈഡിൽ ഹോട്ടലിൽ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രസകരമായ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഇരിക്കെ ഇവിടെ നല്ലൊരു കല്യാണം നടക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കല്യാണമാണ് കേട്ടോ. അതിസുന്ദരമായ താലികെട്ട് കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ ദമ്പതിമാർക്ക് ആയുസ് ആരോഗ്യവും ഈ ദേവിയുടെ സന്നിധിയിൽ എല്ലതും കൊടുക്കട്ടെ. അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലതും സഫലമാവട്ടെ, മുന്നോട്ടുള്ള ജീവിതം സുന്ദരമാവട്ടെ എന്ന് അമ്മയുടെ സന്നിധിയിൽ പറയുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. രാവിലത്തെ ശീവേലിയുടെ നേരം ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ സരസ്വതിയും ഉച്ചയ്ക്ക് ദുർഗയും വൈകിട്ട് ഭദ്രകാളിയുമാണ് ദേവീഭാവങ്ങൾ. രാവിലെ നിർമ്മാല്യ ദർശനം മുതൽ രാവിലത്തെ ശീവേലി വരെ മൂകാംബിക ദേവി അവിടെ കുടികൊള്ളുന്നതാണ്. ആ സമയത്ത് അമ്മയെ ഭജിച്ചാൽ ഉദ്ദിഷ്ട ഫലം സിദ്ധിക്കുന്നതാണ്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നെന്നും. വൈകുന്നേരത്തെ ശീവേലിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദേവിയുടെ മൂലസ്ഥാനമാണ് പവിഴമല്ലിത്തറ. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് സ്ഥിതിക്കൊള്ളുന്നത്. ലക്ഷ്മി നാരായണ സാന്നിധ്യം വിളയാടുന്ന സ്ഥലമാണ് ഇവിടെ. ആദ്യമായി ദേവി പ്രത്യക്ഷമായ സ്ഥലമാണ് ഈ പവിഴമല്ലിത്തറ. ദേവി ഭക്തരുടെ ഉത്തിഷ്ടകാര്യങ്ങൾക്കും ധനസമൃദ്ധിക്കും ഈ പവിഴമല്ലിത്തറ പ്രദക്ഷിണം വെച്ച് തൊഴുന്നത് നല്ലതാണ്. വീട്ടിലെ ഐശ്വര്യത്തിനും ഐക്യത്തിനും ഈ പറ വയ്ക്കുന്നത് കുരുമുളക്, അതുപോലെ മഞ്ഞൾ എന്നിങ്ങനെയുള്ള ധാന്യം കൊണ്ടുള്ള പറ വയ്ക്കുന്നത് ഉത്തമമാകുന്നു. കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുന്ന സ്ഥലമാണ് ഈ സ്റ്റേജ്. വടക്ക് കിഴക്ക് മൂലയിലാണ് ഈ സ്റ്റേജ് ഉള്ളത്. ചോറ്റാനിക്കര അമ്മയുടെ ഉച്ചശീവേലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭജനയിരിക്കാൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. രാവിലത്തെ പന്തിരടി പൂജ കഴിഞ്ഞാൽ 8 മണിക്ക് നെയ്യ് കൊടുക്കും. അത് സേവിച്ചതിന് ശേഷം കീഴ്ക്കാവിലെ കുരുതി നിവേദ്യം കഴിച്ച് അതിനുശേഷം നമുക്ക് ഇവിടുത്തെ വെള്ള നിവേദ്യം അതുപോലെ പായസമൊക്കെ കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ആചാരം. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ദേവിയുടെ ഇഷ്ടത്താൽ നമുക്ക് ഭജനിരിക്കാവുന്നതാണ്. പരദേവതാ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രത്തെയാണ് ഓർമ്മ വരുന്നത്. ഇതിനൊരു കാരണമുണ്ട്. പരാശക്തി ഭദ്രകാളി നന്മ ചെയ്യുന്ന ദേവി ആയി അവതരിച്ച് ദുഷ്ടാനിഗ്രഹം കഴിഞ്ഞ് ഭക്തന്മാരെ അനുഗ്രഹിച്ച് ഈ സമയം ഭക്തന്മാരുടെ രക്ഷകിയായി ദേവി ഭൂലോകത്തിൽ തന്നെ വസിക്കണമെന്ന് മഹാദേവൻ അപേക്ഷിച്ചു. എൻ്റെ നാമം ഉച്ചരിക്കുന്നിടത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നും വിശേഷിച്ച് കലികാലത്ത് ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോൾ അവരെ നിഗ്രഹിക്കാൻ ഞാൻ തന്നെ അവതരിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് ദേവി മറിഞ്ഞു. ഇതേ തുടർന്ന് മഹാദേവൻ്റെ നിശ്ചയപ്രകാരം ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ഭക്തന്മാർ ദേവിയെ പരദേവതയായി ആരാധിക്കാൻ തുടങ്ങി. പരശുരാമദേവനാണ് കേരളത്തിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളും സർപ്പക്കാവുകളും സ്ഥാപിച്ച് ആരാധന തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം ഈ വീഡിയോ കാണുന്ന എല്ലാ ഭക്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. प्रवाह